ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം പറവകൾ പാറി പാഠം 1 പറവകൾ പാറി എന്ന പാഠത്തിലെ യൂണിറ്റ് ടെസ്റ്റ് ആണ്, നമ്മുടെ ക്ലാസ് ടെസ്റ്റ്. അപ്പൊ ഈ യൂണിറ്റിന്റെ ഫസ്റ്റത്തെ യൂണിറ്റിന്റെ ടെസ്റ്റ് പേപ്പർ ആണ്. അപ്പൊ എല്ലാ കൂട്ടുകാരും പറവകൾ പാറി എന്നുള്ള പാഠം പഠിച്ചു കഴിഞ്ഞില്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ റീഡിംഗ് വീഡിയോ ഒക്കെ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ കാണുക. പറവകൾ പാറി എന്നുള്ള പാഠം കാണാത്ത കൂട്ടുകാരാണെങ്കിൽ കാണണം. അതേപോലെ നമ്മുടെ പറവകൾ പാറി എന്നുള്ള പാഠത്തിന്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കുഞ്ഞെഴുത്തുന്നുള്ള നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലോ? യൂണിറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ 1ാമത്തെ യൂണിറ്റിലെ ചില ചോദ്യങ്ങളാണ്. ഓക്കെ, നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അപ്പൊ 1ാമത്തെ പാഠം പറവകൾ പാറി യൂണിറ്റ് ടെസ്റ്റ് 40 മാർക്കിന്റെയാണ് കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? നന്നായി പാഠം പഠിച്ചതിന് ശേഷം ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്ത് നോക്കുക, പരീക്ഷ ചെയ്ത് നോക്കുക. അപ്പോൾ 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. 1ാമത്തെ പ്രവർത്തനം, താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങളുള്ള 2 വാക്കുകൾ വീതം എഴുതുക. നമ്മുടെ പറവകൾ പാറി എന്നുള്ള പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ട കുറച്ച് അക്ഷരങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ അക്ഷരങ്ങളുള്ള 2 വാക്കുകൾ വീതമാണ് എഴുതേണ്ടത്. മനസ്സിലായോ? പാ എന്നുള്ള അക്ഷരം വരുന്ന 2 പദങ്ങൾ എഴുതുക. അതുപോലെ റാ എന്ന അക്ഷരം വരുന്ന 2 വാക്കുകൾ എഴുതുക. അങ്ങനെ ഈ ഓരോ അക്ഷരങ്ങൾ വരുന്ന 2 വാക്കുകൾ വീതം എഴുതുക. ഓക്കെ, ഇത് ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്കാണ് കേട്ടോ. അടുത്ത പ്രവർത്തനം, 2ാമത്തെ പ്രവർത്തനം, വരച്ചു യോജിപ്പിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഇതെല്ലാം ഈ ചിത്രത്തിൽ കാണുന്നതെല്ലാം എന്താണ്? ഓരോ പക്ഷികളുടെ ചിത്രമാണ് അല്ലെ? ഈ പക്ഷികളെയൊക്കെ നിങ്ങൾ പറവകൾ പാറി എന്നുള്ള പാഠത്തിൽ കണ്ടിട്ടില്ലേ? ഈ പക്ഷികളെല്ലാം തന്നെ നമ്മുടെ പറവകൾ പാറി എന്ന പാഠത്തിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ പക്ഷികളുടെ പേരാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ പക്ഷികളെയും അതിന്റെ പേരിനോട് വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അടുത്തത് പ്രവർത്തനം 3, വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കുക. അപ്പൊ നമ്മളിവിടെ കുറച്ച് വരികളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പാഠത്തിലെ ചില വരികളാണിത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിൽ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. ആ വാക്കുകൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. അതിന് എന്ത് ചെയ്യണം? നമ്മൾ പാഠം കറക്റ്റ് ആയിട്ട് വായിച്ചിരിക്കണം അല്ലെ? നന്നായി പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാക്കുകൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ പാഠം നന്നായി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? വാക്കുകൾ എല്ലാം വിട്ടുപോയ വാക്കുകളെല്ലാം എഴുതുക. അടുത്ത പ്രവർത്തനം 4, വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുക. നോക്കൂ, നമ്മുടെ പ്രവർത്തനം 3ാമത്തെ വാക്കുകളാണ് പൂരിപ്പിക്കേണ്ടത്. ഇവിടെ എന്താണ്? അക്ഷരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. അതായത് ഇവിടെ 6 വാക്കുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ 6 വാക്കുകളിലെയും അക്ഷരങ്ങളാണ് വിട്ടുപോയിരിക്കുന്നത്. ആ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് എഴുതുക. ഈ 6 വാക്കുകളും നമ്മുടെ പറവകൾ പാറി എന്നുള്ള പാഠത്തിലെ വാക്കുകളാണ്. അപ്പൊ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള അക്ഷരങ്ങളാണ് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അടുത്ത പ്രവർത്തനം, 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത് കേട്ടോ. 5ാമത്തെ ലാസ്റ്റത്തെ പ്രവർത്തനമാണ് കുത്തുകൾ യോജിപ്പിക്കുക. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിലെ കുത്തുകൾ യോജിപ്പിക്കുക, 2 വാക്യങ്ങൾ എഴുതുക. മനസ്സിലായാലും ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് ഉണ്ടാവാറുണ്ട്. അപ്പൊ 2 വാക്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് ചിത്രം കാണുമ്പോൾ മനസ്സിലായത്. അതിനെ കുറിച്ച് എന്ത് ചെയ്യുക? 2 വാക്യങ്ങൾ എഴുതുക. വാക്യങ്ങളാണ് എഴുതേണ്ടത്, വാക്കുകളല്ല. വാക്കുകൾ എന്ന് വെച്ചാൽ വേർഡ്സ് ആണ്. വാക്യങ്ങൾ എന്ന് പറയുന്നത് സെന്റൻസ് ആണ്. അപ്പൊ ചെറിയ ചെറിയ വാക്യങ്ങൾ എഴുതി പഠിക്കുക. മനസ്സിലായല്ലോ? 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 5 പ്രവർത്തനങ്ങളും ചെയ്ത് നോക്കുക. ഒരു യൂണിറ്റ് ടെസ്റ്റിന്റെ ആണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? പറവകൾ പാറുന്നുള്ള പാഠവും അതേപോലെ പ്രവർത്തനങ്ങളുടെ ക്ലാസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.